മതിയാ സോ ഹലോ വെൽക്കം ബാക്ക് ടു എൻ്റെ വ്ളോഗ്. അപ്പം നമ്മൾ ഇന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ തണ്ടർബെയർ ഒന്നുണ്ട്. തണ്ടർബെയർ 350 എന്ന് പറഞ്ഞ മോഡൽ മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും, എന്നാലും അത്ര റെയറാണ് ഈ സാധനം. ഞാൻ ആദ്യം റോഡിലൊന്നും കണ്ടിട്ടില്ല. അപ്പം ഇതൊരു 2-3 months അബൌട്ട് എനിക്കൊന്നൊരു 4 monthsോളം ഇതിപ്പം സ്റ്റാർട്ടാകാൻ ഇരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു കോൾഡ് സ്റ്റാർട്ട് പോലത്തെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു പ്രോബ്ലം പറയുമ്പോഴത്തേക്ക് എനിക്ക് ഓൾറെഡി ഫ്യൂവലില്ല, കാരണം നല്ല രീതിയിൽ വെയിലടിക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ ഈ വണ്ടി ഇരിക്കുന്നത്. അപ്പം ഓൾറെഡി എൻ്റെ ഫ്യൂവൽ ഡ്രെയിൻ ആയിട്ടുണ്ട്. അതിന് തുരുമ്പടിച്ചും അറിയാൻ വയ്യാത്ത ആ ഒരു ടാങ്ക്. പിന്നെ കാർബറേറ്റർ ഇറക്കി ക്ലീൻ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. ഇനി അപ്പോൾ എന്തും അറിയത്തില്ല. ഇനി എന്തായിരിക്കും, നേരത്തെ ഞാൻ ഓൾറെഡി പെട്രോൾ മറ്റേ ആയിരിക്കുന്ന ബൈക്കിൽ നിന്ന് ആയിരിക്കുന്ന ബൈക്കിൽ നിന്ന് ഊറ്റിയിട്ട് ഇതിനകത്ത് ഒഴിച്ച് വേണം സ്റ്റാർട്ടാക്കാൻ. ചാർജ് ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ട് ബാറ്ററിയൊക്കെ ഡൗൺ ആയിരിക്കും, ചാർജ് ചെയ്യണം. അപ്പോൾ ഈ വ്ളോഗിൽ നമ്മൾ മൊത്തത്തിൽ ഈ ഒരു കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. എൻ്റെ ഉള്ളത് എൻ്റെ അനിയനുണ്ട്. അപ്പം ഇന്ന് വെക്കേഷൻ ആയതിലേക്ക് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ബാക്ക് ടു വീഡിയോ. ഞാൻ വിചാരിച്ചിരുന്നത് ഇതിനകത്ത് പെട്രോൾ കാണത്തില്ലെന്നാണ്, കാരണം അത്രത്തോളം നല്ല വെയിലത്തായിരുന്നു ഈ ഓൾറെഡി ഈ ടാങ്ക് ഇരിക്കുന്ന ഭാഗം, നല്ല വെയിലടിക്കുന്ന ഭാഗമായിരുന്നു. പക്ഷേ എടുത്ത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായി അതിപ്പം പെട്രോൾ അതിനകത്തുണ്ട്. കേട്ടാ ശബ്ദം? സാധാരണ ഇങ്ങനെ വെക്കുമ്പോൾ ഇരിക്കുന്നതല്ല പെട്രോൾ. എന്നെ കവർ ചെയ്ത് അത്യാവശ്യം വെച്ചിരുന്നതായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്രോൾ കയറണേന്ന് തോന്നുന്നു. സാധാരണ ഈ ഹോൾ കണ്ട ഏഴ് മിക്കവാറും ഇവാപ്പറേറ്റായി പോകുന്നതാണ്. ഇനി സ്റ്റാർട്ടാണെങ്കിൽ ചാർജ് വേണം. ചാർജ് മിക്കവാറും ട്രെയിൻ ഔട്ട് ആയിരിക്കും. നോക്കാം, ഞാൻ ഓണാക്കി നോക്കിയില്ല. ഞാൻ 110 ചാർജ് ഒന്ന് തോന്നുന്നു കേട്ടോ. അതൊന്ന് പിടിക്കാമോ? ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പറയും. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്നും അറിയത്തില്ല. ഇതിനകത്ത് ബോറിനകത്ത് ഇത് കയറുന്നു, പക്ഷേ ഇതിനകത്ത് കത്തുന്നില്ല. കത്തുകയല്ലേ? കത്തുന്നുണ്ടോ? ചടിയുന്നില്ല. അപ്പോൾ നമുക്കിനി റീചാർജ് ചെയ്യാൻ വയറും ബോർഡും എത്തുന്നുള്ളൂ. ഇനി അതാ വരുന്നത്. ഇനി പെട്രോൾ ഊറ്റാനുള്ള പരിപാടിയല്ല. ഇനിയപ്പം ബാറ്ററി റീചാർജ് ചെയ്യാനുള്ള പ്രൊസീജിയറിലേക്ക് ഇറക്കാം. ഇപ്പോൾ സാധനം എടുത്ത് തരാം. ഇനി എനിക്ക് ചാർജ് ചെയ്യാനുള്ള ആ ഒരു അഡാപ്റ്ററും എക്സ്റ്റൻഷൻ വയറും എടുക്കണം. ഇറക്കാണല്ലോ. എന്നാ ബൈ ചാർജ് ഫുൾ എടുക്കാനോട്ടായി. ബോൾട്ടിന്റെ ബാക്കി പറ. സോ ഇത് ഓൾറെഡി ഊരി വെച്ചിട്ടുണ്ടായിരുന്നു ഇതല്ലേ. അപ്പം ഇനി ഇതിന് ഊരണം. ഊരിയിട്ട് ആ വയർ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യണം. അകത്തുനിന്ന് സപ്ലൈ എടുക്കണം. ഇത് വെച്ച് റീചാർജ് ചെയ്യണം. അപ്പോൾ വെയിലായിട്ട് ക്യാമറ വെക്കാൻ പാടില്ല. സംഭവം കണ്ടതിന് എടുത്തതല്ല, കഴിഞ്ഞ പോയി. പിന്നെ അവൻ വന്ന് പിടിച്ചായിരുന്നു. അവൻ ആ സമയത്ത് തന്നെ കുറച്ച് പോസാക്കിയായിരുന്നു, അതുകൊണ്ട് വണ്ടി നിറയെ പോയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറ്റുന്നേ, കുഴപ്പമില്ല. ഇത് തുറക്കാഞ്ഞത് ക്ലോസ് പറയും. തുറക്കുന്നു. ഇനി അത് സപ്ലൈ എടുക്കണം.
ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എടുക്കുവാണ്. 20 ടിക്കറ്റ് ഡിസ്റ്റൻസ് പറയുമ്പോഴത്തേക്ക് ഇനിയിപ്പം നാളെ പ്രധാനം വരും. അത് എഴുതി പറയാം. അത് അല്ല ഇതിനകത്ത് എടുക്കാം. തുറന്ന് പാടാം. ഇത് പവർ ചെയ്യാം. ഇപ്പോൾ ഇട്ടപ്പോൾ എന്ത് 11.2 കാണിക്കുന്നുണ്ടെങ്കിലും അയ്യേ താക്കോൽ തീ ഇല്ല. ചിലത് ഇറങ്ങിയപ്പോൾ അതിന് ഒരിടത്ത് കയറിഞ്ഞു അവരുണ്ട്. നോക്കിയേ എന്ത് ഡൗൺ ആവുന്നു. 10.2 ആവുന്നല്ലേ. ഇപ്പം ചാപ്പില്ല. മതിയാവൂലേ? ഇനി ഒരു 10 മിനിറ്റ് ഇറക്കട്ടെ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ നല്ല താമസം കാണും. കാരണം 45 മന്ത്സോളം ഇത് എടുക്കാതിരുന്ന. പിന്നെ ടെസ്റ്റും ആയിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഇനി ടെസ്റ്റ് ചെയ്യാൻ കുറേ പോകും. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിനകത്ത്. വെച്ചിട്ടൊരു ഇതോ അതെന്ന് പറയുമ്പോഴത്തേക്ക് നിർത്തന്നെ അത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈലൻസറാണ് ക്ലാസിക് 350 സൈലൻസറാണെന്ന് തോന്നുന്നു. സംഭവം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഒരു സൈലൻസർ ഉണ്ടായിരുന്നത് തുരുമ്പലിച്ചു പോയി അടി മൊത്തം. പിന്നെ നമ്മൾ വെളിയിൽ നിന്നൊരു സൈലൻസർ എടുത്തായിരുന്നു. ഞാൻ ഈസിന് അങ്ങ് പിരിച്ചായിരുന്നത് 5000 രൂപ സംതിങ് 3000 രൂപ പെറ്റി അടിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൊടുത്തിട്ട് വേറൊരു ക്ലാസിക്കിൻ്റെ ഫിൽറ്ററുള്ള സൈലൻസർ കയറ്റി വെച്ചേക്കും. അതിപ്പോൾ ഫിൽറ്റർ മീൻസ് ഇൻബിൽറ്റ് സ്റ്റോക്ക് വരുന്ന സൈലൻസറായത്. ഇപ്പോൾ ശബ്ദമില്ല, പക്ഷേ മൈലേജ് കിട്ടും. ചാർജ് ഞാൻ ഇറക്കി ഒന്ന് ഓണാക്കി, പക്ഷെ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. പക്ഷേ എന്തോ ആയിട്ടില്ല, ചാർജ് ആയിട്ടില്ല. എനിക്കൊന്ന് ബാറ്ററി പണ്ടായ ലക്ഷണമുണ്ട്. ചെറു ബാറ്ററി മാറ്റിന് വരും. ബാറ്ററി നല്ല ലക്ഷണമാണ്. ബാറ്ററി ഓൾറെഡി ഒരു വിടവ് പോകുന്നുണ്ട്. സാധാരണ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വെച്ചാൽ ബാറ്ററി നല്ല സ്വർണ്ണം വരുന്നത്. പിന്നെ വാറണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. വാറണ്ടിക്കാർ കിട്ടുവാണെങ്കിൽ മാറ്റി വെക്കാം. ഇല്ല പിന്നെ വേറെ ബാറ്ററി എനിക്ക് വരും. ഇത് ഓണാക്കാൻ നോക്കിയപ്പം ഞാനിത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓണാക്കി ഞാൻ സ്റ്റാർട്ടാക്കിയത്. അപ്പോഴത്തേക്ക് ബാറ്ററി ചാർജ് നല്ലതങ്ങ് ഡ്രെയിനായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞത്. ബാറ്ററി ഉണ്ടോ, വിടവ് ഉണ്ടോ, എന്ത് ചെയ്തു തന്നില്ല. കാരണം ഇങ്ങനെ വിടവ് വരുമ്പോഴത്തേക്ക് ബാറ്ററി പന്നലാവുമെന്നാണ് ഞാൻ കേട്ട് കേൾവി. പിന്നെ ഇത് ഒത്തിരി റീചാർജ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പം അപ്പോഴേ പിന്നെ പന്നലായിട്ട് പിന്നെ റീപ്ലേസ് ചെയ്യാൻ പതിവ് ചെയ്യുന്നത്. അതിനെപ്പറ്റി ധാരണയില്ല. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്കും ടെമ്പററി ലീക്ക് ഉണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ഓണാക്കിയതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ലീക്കായി. അപ്പം ചുരുക്കം പറഞ്ഞാ അങ്ങനല്ലേ മണോ കൊള്ളാം. അപ്പം ചുരുക്കം പറഞ്ഞാ വണ്ടി സ്റ്റാർട്ടാക്കപ്പോൾ നടക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഒരു ഫ്ലോപ്പ് പോലെ എനിക്ക് തോന്നുന്നു ചെറുതായിട്ട്. സാധാരണ ഞാൻ ഈ ഇടയ്ക്ക് കണ്ടിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ലീക്കാവുന്നത്. അപ്പോൾ ഇനി ആ ഒരു പ്രോബ്ലം കുറേ റിസോൾവ് ചെയ്തിട്ട് ഇനി അപ്പം ഓണാക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാറ്ററി കൂടെ പോയി ചെക്ക് ചെയ്യണം. ബാറ്ററി എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതോ ഇനി റീപ്ലേസ്മെൻ്റ് ആവശ്യമുണ്ടോ. അപ്പം ഇത്തരമുള്ള ഇന്നത്തെ വ്ലോഗ്. നൈസിന് പാളിപ്പോയി. പെട്രോൾ ഇപ്പം ലീക്ക് ആവുന്നുണ്ട്. എനിക്കൊന്നും അത്ര കാർബറേറ്ററിൽ വന്ന പെട്രോൾ മൊത്തം ഇനി ഇറങ്ങി തീരാതെ ഇനി
നിൽക്കുമെന്ന് തോന്നുന്നില്ല. സോ ഞാൻ അപ്പം തന്നെ സ്വിച്ചെല്ലാം ഓഫ് ചെയ്തു, മെയിനും ഓഫ് ചെയ്തിട്ടുണ്ട്. പെട്രോളും എല്ലാം കയറി തൊട്ടാനി ഒരു കത്തിയെല്ലാം പോയാൽ പിന്നെ അതിനേക്കാൾ പണിയാവും. സോ ഇത്രയേ ഉള്ള വ്ളോഗ് ഇന്നത്തെ. നൈസ് ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ഇനിയുള്ള ഫർദർ അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജസ്റ്റ് വെച്ചേക്കുക. അടുത്ത നല്ലൊരു വ്ളോഗുമായി വേറെ ദിവസം കാണാം. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് നമ്മളതിനകത്ത് ഇതുണ്ടായിരിക്കും. ഉടനെ ഒന്നും കാണത്തില്ല, ഇത് റിസോൾവ് ചെയ്യുന്ന എന്തെന്ന് കാര്യം എനിക്കറിയത്തില്ല. ഇതിന് മിക്കവാറും ഇനി നോക്കണം, അയച്ചു നോക്കണം എന്തായാലും ബാക്കിയൊന്നും പറയാൻ പറ്റും. നമ്മുടെ മറ്റൊരു ചാനലായിട്ടുള്ള പൊളിടെക് ഫോക്കസ് ഒന്ന് കാണുക. അതിനകത്ത് കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമന്റ് ഇടേണ്ടതാണ്. ശരി, അടുത്ത വ്ളോഗിൽ കാണാം. അപ്പം അപ്പം ദോശ അറിയാ റെക്കോർഡില്ല കാര്യം. ഈ സൈലൻസർ എന്തുവാ, ഇത് ക്ലാസിക്കിന്റെ സൈലൻസറാണ്. കാരണം ഇതിന്റെ സൈലൻസർ ആണെങ്കിൽ ഓൾറെഡി ഇതിന്റെ സൈലൻസർ ആണെങ്കിൽ ഓൾറെഡി ഞാൻ റെക്കോർഡ് ചെയ്യണം.